ഹലോ നമസ്കാരം. ആയുർവേദ ടോക്സിന്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ സെറീൻ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് നമുക്ക് അസഹനീയമായിട്ടുള്ള ചൊറിച്ചിലുണ്ട്, അതുപോലെ തന്നെ ചൊറിച്ചിൽ മാത്രമല്ല ഭാഗത്ത് നന്നായിട്ട് ചുവന്ന് തുടുക്കുന്നുണ്ട്. അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ അനുഭവിക്കുന്ന വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോ കാണാം. നിങ്ങൾക്ക് ഇതിൽ എന്താണ് ചെയ്യാൻ പറ്റുന്നത്, ഇതിന്റെ ലക്ഷണങ്ങൾ, ഇതിന്റെ കാരണങ്ങൾ, അതുപോലെ തന്നെ ആയുർവേദ പ്രതിവിധികൾ, ഇതെല്ലാം നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പൂർണ്ണമായിട്ട് കാണാം. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും ശ്രമിക്കാം. അപ്പൊ നമുക്ക് ടോപ്പിക്കിലേക്ക് കിടക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ദേഹത്ത് മുഴുവൻ ചുവന്നു തുടുക്കുക, അതുപോലെ പ്രത്യേകം ചില ലൊക്കേഷനിൽ ഇപ്പൊ കണ്ണില്, ലിപ്സില്, അതുപോലെ തന്നെ നമ്മുടെ മുഖത്ത് ഒക്കെ ഇങ്ങനെ ഭയങ്കരമായിട്ട് ചൊറിച്ചിലുണ്ടാകുക, അവിടെ നല്ല രീതിയിൽ ചുവക്കുക, അതിനുശേഷം പ്രത്യേക രീതിയിലുള്ള ഇങ്ങനെ പൊന്തി വരുന്ന രീതിയിലൊക്കെ തോന്നുക, ആ രീതിയിലൊക്കെ അനുഭവപ്പെടുന്ന ഒരു വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും ഇത് യൂട്രിക് ഏരിയ ഹൈസ് എന്ന് പറയുന്ന ഒരു അവസ്ഥയുടെ ലക്ഷണമാണ്. പ്രത്യേകിച്ചും ഇതൊരു സ്കിൻ അലർജി കണ്ടീഷൻ തന്നെയാണ്. അപ്പൊ ഇതിന്റെ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അസഹനീയമായിട്ടുള്ള ചൊറിച്ചിലാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലക്ഷണം. പിന്നെ വരുന്നത് നമുക്ക് രാത്രി ഉറങ്ങാൻ പോലും സാധിക്കില്ല ഇത്തരം ചൊറിച്ചിലുകൾ കൊണ്ട്. പിന്നെ അതുപോലെ ചൊറിയുന്നതിന്റെ ഒപ്പം തന്നെ നമുക്ക് നന്നായിട്ട് ചൂട് അനുഭവപ്പെടും. അതുപോലെ ആ ചൊറിയുന്ന ഭാഗത്ത് ഭയങ്കരമായിട്ട് ചുവന്ന് തുടുക്കാനും സാധ്യതയുണ്ട്. ഓക്കെ, ഇതൊക്കെയാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ എന്ന് പറയുന്നത്. ഇനി ഇതിന്റെ കാരണം, അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു ഇത് സ്കിൻ അലർജിയുടെ ഭാഗമാണ്. സ്കിൻ അലർജിയുടെ ഭാഗമായതുകൊണ്ട് തന്നെ ഇതിന് ചില അലർജൻസ് ആണ് ഇതിന്റെ കാരണമായിട്ട് വരുന്നത്. അപ്പോൾ എല്ലാ ആളുകളിലും ഡിഫറെന്റ് ആയിരിക്കും. അപ്പൊ ഇതിന്റെ പ്രധാനപ്പെട്ട ചില കാരണങ്ങൾ എന്ന് പറയുന്നത് സോപ്പ്, ഡിറ്റർജന്റ്, അതുപോലെ പെയിന്റ്, അതുപോലെ തന്നെ ചില പൂമ്പൊടികള്, മനസ്സിലായോ, പിന്നെ ചില ഭക്ഷണങ്ങള്, പ്രാണിയുടെ ഉപദ്രവം, അതുപോലെ തന്നെ ചില മേക്കപ്പ് പ്രൊഡക്ട്സിന്റെ സൈഡ് ഇഫക്റ്റ് ഫലമായിട്ട് ഉണ്ടാവാം, ചില മരുന്നുകൾ തുടർച്ചയായിട്ട് ഉപയോഗിക്കുന്നതിന്റെ ഭാഗമായിട്ട് വരാം, മനസ്സിലായോ. അങ്ങനെ നമുക്കിത് പല രീതിയിൽ നമുക്കിത് ബുദ്ധിമുട്ടുണ്ടാക്കാറുണ്ട്. ഇനി ഇത് രണ്ട് തരത്തിലാണ് കാണുന്നത്, അക്യൂട്ട് യൂട്രിക്കേറിയയും അതുപോലെ തന്നെ ക്രോണിക് യൂട്രിക്കേറിയ. അപ്പൊ അക്യൂട്ട് യൂട്രിക്കേറിയ എന്ന് പറയുന്നത് പെട്ടെന്ന് തന്നെ പോകുന്ന ഒരു രീതിയാണ്. അതായത് പെട്ടെന്ന് തുടങ്ങി ഏകദേശം ഒരു മാസം അല്ലെങ്കിൽ രണ്ടാഴ്ചയൊക്കെ നീണ്ടു നിൽക്കുന്ന രീതിയിലൊക്കെ ഇത് പോകാറുണ്ട്. ഓക്കെ, ക്രോണിക് ആണെങ്കിൽ ഇത് കുറെ നാളുകളായിട്ട് ഇത് മാറാതിരിക്കുന്ന ഒരു അവസ്ഥയും കൂടിയായിരിക്കാം. അപ്പൊ പെട്ടെന്ന് മാറുന്ന ഈ അക്യൂട്ട് ക്രോണിക് കുറച്ചും കൂടി നമുക്ക് വേഗത്തിൽ ഭേദപ്പെടുത്താൻ കഴിയുന്ന ഒരു കാര്യം കൂടിയാണ് അക്യൂട്ട് യൂട്രിക്കേറിയ. അപ്പൊ ക്രോണിക്കും നമുക്ക് ചികിത്സകളുണ്ട്, ആ രീതിയിൽ നമുക്കിത് ഭേദപ്പെടുത്താൻ പറ്റുന്നതാണ് കേട്ടോ, ആയുർവേദ ചികിത്സയിലൂടെ. അപ്പൊ ഇതിന്റെ ഈ അക്യൂട്ട് യൂട്രിക്കേറിയയുടെ ഒരു പ്രധാനപ്പെട്ട കാരണങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഷെൽ ഫിഷസുകള്, ചില ഇപ്പോ പ്രോൺസ്, അതുപോലെ തന്നെ ചില കക്ക, കൊഞ്ച്, അങ്ങനത്തെ ചില ഷെൽ ഫിഷസുകൾ ഉണ്ടല്ലോ, അത് ഇത്തരക്കാർക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. അതുപോലെ നട്ട്സ് ഉപയോഗിക്കുമ്പോൾ ചില ആളുകൾക്ക് ഇത്തരം ബുദ്ധിമുട്ടുകൾ വരാറുണ്ട്. അതുപോലെ പ്രോട്ടീൻ ഫുഡുകൾ അധികമായിട്ട് ഉപയോഗിക്കുമ്പോൾ മുട്ട ഒരുപാട് യൂസ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് ചില ആളുകളിൽ വരും. ഒരുപാട് ഇല്ല, നമ്മളിപ്പോ ഒരു ദിവസം ഒന്നേ ഉപയോഗിച്ചുള്ളൂ എങ്കിൽ നമുക്ക് ആ ഒരു ബുദ്ധിമുട്ട് വരാനുള്ള സാധ്യതയുണ്ട്. പിന്നെ റെഡ് മീറ്റ്, അതായത് നമ്മുടെ ഈ പോത്ത്, അതുപോലെ തന്നെ മറ്റ് ബീഫ് പോലത്തെ സംഭവങ്ങൾ, പിന്നെ അതുപോലെ തന്നെ നമുക്ക് മട്ടനൊക്കെ കഴിക്കുകയാണെങ്കിലും ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ പല ആളുകളിലും കണ്ടുവരാറുണ്ട്. ഓക്കെ, പിന്നെ ചില മരുന്നുകളുടെ അമിതമായിട്ടുള്ള ഉപയോഗം, പ്രാണിയുടെ ഉപദ്രവം, പ്രാണി ചെറുതായിട്ടൊന്ന് മേത്തഴഞ്ഞാൽ പോലും ചില ആളുകളിൽ ഇത്തരം ബുദ്ധിമുട്ട് കാണാറുണ്ട്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഫുഡുകളിൽ ഉള്ള ചില കളറിങ് ഏജൻസ്, അതുപോലെ പ്രിസർവേറ്റീവ്സ് ഒക്കെ യൂസ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് അതിന്റെ സൈഡ് ഇഫക്റ്റ് ആയിട്ടും നമുക്ക് ഇത്തരം പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, ചില സമയത്തൊക്കെ നമുക്ക് ഇത് ഇന്റേണൽ ഓർഗൻസിനെ, നമ്മുടെ ഉള്ളിലുള്ള ഓർഗൻസിനെ വരെ ബാധിക്കും. അതിന്റെ ഭാഗമായിട്ട് നമുക്ക് ആൻജിയോഡെർമ എന്ന് പറയുന്ന, ആൻജിയോഎഡിമ എന്ന് പറയുന്ന ഒരു ഇഷ്യൂ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോ ഇത് മാത്രമല്ല, നമുക്ക് ചെസ്റ്റ് കൺജഷൻ, അതുപോലെ തന്നെ ഛർദി, വയറിളക്കം, അത്തരം ബുദ്ധിമുട്ടുകളൊക്കെ ഇതിന്റെ കൂടെ കാണുന്നുണ്ടെങ്കിൽ ഉടനടി നമ്മൾ എമർജൻസി ആയിട്ട് തന്നെ ചികിത്സിക്കണം എന്നുള്ളത് വളരെ നിർബന്ധമാണ്. കാരണം ഇത് വെച്ചുകൊണ്ടിരിക്കരുത്, നമുക്ക് ഉള്ളിലത്തെ ഡാമേജിന് കാരണമാകാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ചില അവസ്ഥകൾ, കൂടുതലായിട്ട് ഹീറ്റ് എക്സ്പോഷർ വരുന്ന സമയത്ത്, കൂടുതലായിട്ട് വെയിൽ കൊള്ളുന്ന ആൾക്കാർ, സൺ എക്സ്പോഷർ വരുന്ന സമയത്ത് ചില ആളുകളിൽ ഇങ്ങനെ ചുവന്ന് തടിച്ച് വരാറുണ്ട്. അപ്പൊ അത് ഒരു ഹീറ്റ് യൂട്രിക്കേറിയ എന്ന് നമുക്ക് പറയേണ്ടി വരും ആ ഒരു അവസ്ഥയെ. അതുപോലെ തന്നെ കോൾഡ് യൂട്രിക്കേറിയ ഉണ്ട്, അതായത് നമുക്ക് വെള്ളം കുളിക്കുന്ന സമയത്ത് കുളിച്ചതിന് ശേഷം ഇങ്ങനെ തടിച്ചു പൊന്തുക,
അലർജി സംബന്ധമായ ഇഷ്യൂ പോലെ കാണിക്കുക എന്നുണ്ടെങ്കിൽ അത് കോൾഡ് യൂട്രിക് ഏരിയ ആണ്. അത്തരക്കാർ ഒരിക്കലും തണുത്ത വെള്ളത്തിൽ കുളിക്കരുത്, ചൂടുവെള്ളത്തിലാണ് കുളിക്കേണ്ടത് കേട്ടോ. പിന്നെ അതുപോലെ നമ്മൾ കുറെ നേരം ഇരിക്കുകയാണ്, ഇരുന്ന് കഴിയുമ്പോൾ നമുക്ക് അവിടെ ഒരു പ്രഷർ ഉണ്ടാവും അല്ലെ. ആ പ്രഷറിന്റെ ഭാഗമായിട്ട് ആ ഭാഗത്ത് ചുവന്ന് തുടുക്കുക അല്ലെങ്കിൽ തടിക്കുക എന്നൊക്കെ ഉണ്ടെങ്കിൽ അതും ഇത്തരം പ്രഷർ യൂട്രിക് ഏരിയ എന്ന് നമുക്ക് പറയേണ്ടി വരും. അത് ചില അവസ്ഥകളിൽ അങ്ങനെയും ഉണ്ടാകാറുണ്ട്. ഓക്കെ. പിന്നെ വരുന്നത് ഇൻഫെക്ഷന്റെ ഭാഗമായിട്ട് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ, അതുപോലെ ത്രോട്ട് ഇൻഫെക്ഷൻ, ഇതിന്റെയൊക്കെ ഭാഗമായിട്ട് വരുന്നതാണ് യൂട്രിക് ഏരിയ വരാറുണ്ട്. ഓക്കെ. പിന്നെ അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പെയിന്റ്, സിമന്റ്, പെർഫ്യൂം, പൂമ്പൊടി, അതുപോലെ ഡ്രൈ സ്കിന്നിന്റെ ഭാഗമായിട്ട് ഇങ്ങനെ പല രീതിയിലും യൂട്രിക് ഏരിയ എന്ന് പറയുന്ന ഈ ബുദ്ധിമുട്ട് വരുന്നതായിട്ട് കാണപ്പെടാറുണ്ട്. ഓക്കെ. അപ്പൊ കാരണം കണ്ടെത്തി അതിനെ ചികിത്സിക്കുക എന്നുള്ള രീതിയാണ് ആയുർവേദത്തിൽ ഇതിൽ ചെയ്യാനുള്ളത്. ഓക്കെ. അപ്പൊ നമ്മൾ ആദ്യം പേഷ്യന്റിന്റെ അടുത്ത് അവരുടെ ദോഷപ്രകൃതി, ശരീരപ്രകൃതി, രോഗാവസ്ഥ, എത്ര നാളായിട്ടുണ്ട് ബുദ്ധിമുട്ട്, ഏതൊക്കെ ട്രീറ്റ്മെന്റ്സ് എടുത്തിട്ടുണ്ട്, അതുപോലെ അസോസിയേറ്റഡ് ആയിട്ടുള്ള മറ്റ് കംപ്ലയിൻസ് ഒക്കെ ചോദിച്ചറിഞ്ഞ് അതിന് അനുയോജ്യമായിട്ടുള്ള ഔഷധങ്ങളും അനുയോജ്യമായിട്ടുള്ള പഥ്യങ്ങളുമാണ് നമ്മൾ അവിടെ കൊടുക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് അസോസിയേറ്റഡ് ആയിട്ടുള്ള ഛർദി, ഓക്കാനം വരിക, അതുപോലെ തന്നെ വയറിളകുക, അതുപോലെ തന്നെ കഞ്ചഷൻ വരിക, ശ്വാസം മുട്ട് വരിക, ഇത്തരത്തിലൊക്കെ ബുദ്ധിമുട്ടുകൾ ഇതിന്റെ ഒപ്പം തന്നെ കാണിക്കുന്നുണ്ടെങ്കിൽ ഉടനടി എമർജൻസി ആയിട്ട് തന്നെ ചികിത്സിക്കണം. അതുപോലെ തന്നെ ഇതൊരു കോംപ്ലിക്കേഷൻസ് കൂടുതലാണ്, ഒരുപാട് ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട് ഈ പുറത്തിങ്ങനെ പൊന്തുന്നത് രീതിയിൽ, ഇപ്പൊ സ്കിന്നിലൊക്കെ പൊന്തുന്നതിന്റെ ഭാഗമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഉടനടി അത് ചികിത്സ എടുക്കാവുന്നതാണ്. നമ്മൾ ഇതിന് പല രീതിയിലുള്ള കഷായ പ്രയോഗങ്ങളൊക്കെ ഉപയോഗിക്കാറുണ്ട്. അരഗ്വദാദി കഷായം ഉപയോഗിക്കാറുണ്ട്, അതുപോലെ തന്നെ നമ്മൾ തിക്തകം കഷായം ഉപയോഗിക്കാറുണ്ട്, മഹാതിക്തകം കഷായം ഉപയോഗിക്കാറുണ്ട്, അതുപോലെ തന്നെ പല രീതിയിലുള്ള മഞ്ചിഷ്ടാദി കഷായം ഉപയോഗിക്കാറുണ്ട്. അങ്ങനെ പല രീതിയിലുള്ള കഷായ പ്രയോഗങ്ങളും പല രീതിയിലുള്ള ടാബ്ലറ്റ്സുകളും അതുപോലെ തന്നെ അരിഷ്ടാസവങ്ങളും ഒക്കെ നമ്മൾ ഇതിനു വേണ്ടിയിട്ട് ഉപയോഗിക്കാറുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ആയുർവേദത്തിൽ ഇതിന് പ്രധാനപ്പെട്ട ചികിത്സ തന്നെയുണ്ട്. അപ്പൊ ആർക്കെങ്കിലും ഇത്തരം ബുദ്ധിമുട്ടുകൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ താഴെ പറയുന്ന കോൺടാക്ട് നമ്പറിൽ ഒന്ന് വാട്സപ്പ് മെസ്സേജ് ചെയ്യാവുന്നതാണ് കേട്ടോ. നമുക്ക് തീർച്ചയായിട്ടും ഭേദപ്പെടുത്താനായിട്ട് സാധിക്കും. ഓക്കെ. അപ്പൊ താങ്ക് യു സോ മച്ച്. നാളെ നമുക്ക് പുതിയൊരു എപ്പിസോഡുമായിട്ട് കാണാം. അതുവരേക്കും സ്റ്റേ ഹാപ്പി ആൻഡ് സ്റ്റേ ഹെൽത്തി. ബൈ.